ഞാനിവിടെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, ചെറിയ പീസാക്കിയിട്ട്. ഇത് 3 സവാള എടുത്തിട്ടുണ്ട്, പറ്റ നൈസാക്കാതെ ആണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി വലിയൊരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓരോ പച്ചമുളക് 8 കഷ്ണങ്ങളാക്കിയതാണ്. എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് എടുക്കുക. കരിവേപ്പിൻ്റെ ഇല. പിന്നെ അതിലേക്ക് ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, കറുമസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് എരിവും നിങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിൻ്റെ പച്ചച്ചവ എന്ന് പോകുന്നത് വരെ ഒന്ന് എണ്ണയിൽ അയച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ല പേസ്റ്റ് പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കറുമസാലപ്പൊടിയും കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അധികം ഒന്നും പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. നിങ്ങൾക്ക് അധികം നല്ല പേസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഞങ്ങളത്ര പേസ്റ്റ് പോലെ വേവിക്കാത്തതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ അധികം പേസ്റ്റ് പോലെ വേവിക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം പേസ്റ്റ് പോലെ വേവിച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഇതിലൊന്ന് ഇരുന്ന് വെന്ത് വരട്ടെ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ, 2ാമത്തെ തേങ്ങാപ്പാലുണ്ട്, അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കറുമസാലപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കാം. ഇനി കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒഴിച്ച് കൊടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക.
നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.